ഹലോ, എല്ലാവർക്കും നമസ്കാരം. രതീഷ് പരപ്പനങ്ങാടി. ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടാണ് എൻ്റെ നാട്ടിൽ തന്നെ പഴയതൊരു മഹാഗണപതി ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ എടുക്കുക, പിന്നെ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കുക എന്നൊരു ഇതിലായിരുന്നു വന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഫ്രണ്ടേജ് ഭാഗത്തെ കവറിങ്. ഇന്ന് ഗാനമേള ഉണ്ട് കേട്ടോ, അടിപൊളി ഗാനമേളയാണ്. അപ്പോൾ എല്ലാവരും വരാം. 9 മണിക്ക് ഗാനമേള സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടോ, ഇതൊക്കെ രാത്രി വൈകുന്നേരം കഴിഞ്ഞ് രാത്രി സമയത്തേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷലായിരിക്കും. കച്ചവടത്തിൻ്റെ ആളുകളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ അതാ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കാണിച്ചു തരാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് 2 ആളും കൂടി വരാനുണ്ട്. ഇപ്പം തൊട്ട് മുന്നേ തന്നെ ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രിക്ക് ഇനിയും ഒരുപാട് കച്ചവടത്തിൻ്റെ ആളുകൾ വരാനുണ്ട്. ഇത് നെടുവ പഴയതിരു, പരപ്പനങ്ങാടി നെടുവ പഴയതിരു, കോവിലക റോഡിലാണ് ഇന്നത്തെ ഗാനമേളയ്ക്ക് എല്ലാവരും എത്തുക. ഓക്കെ, പിന്നെ ചെറിയ കുട്ടികൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഗാനമേള ഉണ്ടോ, എല്ലായിടത്തും ഗാനമേള, വലിയ എമൗണ്ടിൻ്റെ ഗാനമേള നടക്കുന്നത്. നല്ല പ്രശസ്തമായ ഗായകർ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗാനമേളയ്ക്ക് എന്തായാലും വരാം. പിന്നെ രാത്രി അമ്പലത്തിൽ തൊഴാനൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷ്വൽ ഉണ്ടാവും. പിന്നെ ചെണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും, വെറൈറ്റി ഇത്. കളിപ്പാട്ടത്തിൻ്റെ ടീംസൊക്കെ കുട്ടികൾക്കുള്ള വള, പൊട്ട്, മാല, കളിപ്പാട്ടം ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഷോപ്പ് ഓപ്പണായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ പിള്ളേരെ ഒപ്പം ഒന്ന് ഫുഡ് കഴിക്കാനുള്ളതിൽ ഇങ്ങനെ നടന്നുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് കൂടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ സൈഡിലാണ് ഫുഡിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം 4 മണിക്ക് മുമ്പായി ലൈറ്റൊക്കെ കത്തും. ഹരിപുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരേണ്ടതാണ്. ദാൽമരം അതുപോലെ അവിടെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ലൈനുണ്ടോ, ഫുഡ് കഴിക്കാനുള്ള അത്യാവശ്യം ആളുകളുണ്ട്. 12:30-12:45 നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഉച്ചയ്ക്ക്. അപ്പോഴേക്ക് തരുത് രമേശ് ചേട്ടൻ, നമ്മളൊരു വ്ളോഗറാണ്. അപ്പോൾ മൂപ്പര് ഇപ്പോൾ ഫുള്ള് സജീവമായിട്ട് അമ്പലത്തിൽ തന്നെയാണ് കുറച്ചായിട്ട്. ഇത് അപ്പൂസ് ആള് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ആളുകളൊക്കെ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സദ്യ കേട്ടോ, സൂപ്പർ സദ്യ, നല്ല അഭിപ്രായം. എല്ലാ ഐറ്റംസും ഉണ്ട്. കുറച്ച് ചേട്ടന്മാർ സാമ്പാറുണ്ട്, പപ്പടം കാച്ചുന്നുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഈ നാട്ടുകാരെന്നെ വളരെ സപ്പോർട്ടാണ് അമ്പലത്തിൽ. എല്ലാവരും ഒരു ഒത്തൊരുമയോടെ ചെയ്യുന്നതാണ്. എല്ലാ വർഷവും ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് പായസത്തിൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പായസം അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ആ പൊന്നാണ് കൊണ്ടുപോകണേ. ഒക്കെ നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്, അപ്പൂസ്, പൊന്നു, എല്ലാവരും. രമേശ് ചേട്ടൻ വീണ്ടും പറയുകയാണ്, ഒരു വ്ളോഗറാണ് രമേശ് പരപ്പനങ്ങാടി, അറിയപ്പെടുന്ന ഒരു വ്ളോഗറും കൂടിയാണ്. ഒന്ന് പായസത്തിൻ്റെ അടുത്ത് പോയിക്കതാ കുട്ടേട്ടൻ പായസം റെഡിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി അട, സൂപ്പർ പായസം. അങ്ങനെ എന്താ അല്ലേ പായസത്തിൻ്റെ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല അടിപൊളി പായസം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു 1-2 പേരുടെ അടുത്ത് എങ്ങനെയുണ്ട് പായസം, എങ്ങനെയുണ്ട് ചോദിച്ചു. അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ അപ്പുറത്ത് പപ്പടത്തിന് നമ്മൾ കാണുമ്പോൾ ഒരു ഇതാണല്ലോ. പിന്നെ ഞങ്ങളെന്ത് ചെയ്തു, ഒന്നും നോക്കില്ലാണ്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് ഇങ്ങനെ കയറി. അപ്പോൾ ഫുഡ് കഴിക്കാതാ ഞങ്ങളെ ലൈൻ ഇങ്ങനെ കയറി ഇവിടെയൊക്കെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കണം. ആളുകൾ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ കഴിയുന്നതും വൈകുന്നേരത്തെ ഉത്സവത്തിന് നല്ല അടിപൊളിയാണ് ഉത്സവം. വൈകുന്നേരം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ, ഫൈനൽ ഡേ ആണ്. അപ്പോൾ എല്ലാവരും വരിക. പരപ്പനങ്ങാടിയൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് വന്ന് കാണുക. ഗാനമേള വീണ്ടും പറയുകയാണ്, ഗാനമേളയ്ക്ക് എല്ലാവരും എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ എത്തിച്ചേരുക. ഒരു പ്രത്യേക സൂപ്പറാണ്. അപ്പോൾ മേശയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ മനോജേട്ടനാണ്, നാട്ടിലെ ഒരു അടിപൊളി പ്രവർത്തകനാണ്. അപ്പോൾ നമ്മൾ സദ്യ എത്തിയതാണ്. ഞാൻ എൻ്റെ പ്ലേറ്റാണിത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തൊരു വീഡിയോ എടുത്താണ്. ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, 4-5 പിള്ളേരും ഫ്രണ്ട്സും എല്ലാവരും കൂടെയാണ് ഞങ്ങൾ വന്നത്. സദ്യ ഒരു രക്ഷയില്ല കേട്ടോ, വീണ്ടും പറയുകയാണ്, സൂപ്പർ സദ്യ, ഒരു രക്ഷയില്ല, അടിപൊളി.